ദൈവമേ, എന്നാ എനിക്കൊരു കാർ കിട്ടുക? സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, അടിയൻ നടന്ന് നടന്ന് വളരെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു. ഒരു വാഹനം തന്ന് ഈ എളിയദാസനെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. പുനീതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തൽക്ഷണത്തിൽ തന്നെ ദൈവം ഒരു ദൈവ പൈതലിൽ കൂടെ പുനീതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയായി. ഹലോ പുനീത്, ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു പുനീതിനൊരു വാഹനം വാങ്ങി നൽകുവാൻ. അങ്ങനെ ദൈവത്തിൻ്റെ നിർദ്ദേശം പ്രകാരമാണ് ഞാനിപ്പോൾ താങ്കളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതാ ദൈവം താങ്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമ്മാനം. വാങ്ങിച്ചാലും. നന്ദി കർത്താവേ, ഈ നന്മയോടുകൂടെ അങ്ങും എന്നോട് എന്നും കാണണമേ. ഭയപ്പെടേണ്ട പുനീതി, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന ഈ നന്മ നീ സന്തോഷത്തോടും ഭയഭക്തിയോടും നീ അനുഭവിച്ചു കൊള്ളുക. ഞാൻ നിന്നെ ഇനിയും മാനിക്കും. വിശ്വസ്തനായിരിക്കുക. കർത്താവേ, അങ്ങും എന്നോട് കൂടെ വാഹനത്തിൽ കയറിയാലും അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേടാ, ദൈവം എനിക്ക് തന്ന പുതിയ കാറാ. നീ കയറിക്കോ. ഫ്രണ്ട് സീറ്റ് ദൈവത്തിനുള്ളതാ. നീ ബാക്കിൽ കയറിക്കോ. ശരി ശരി. കേറിക്കോ കേറിക്കോ. അയ്യോ, ഈ ദൈവത്തെ ആരാ ഇവിടെ പിടിച്ചിരുത്തിയത്? ഒന്ന് ഇറങ്ങിപ്പോയാട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ഇറങ്ങ് 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 ഇറങ്ങ്.
അയ്യോ, ദൈവം എവിടെ? ദൈവം എവിടെ? ദൈവമേ, അങ്ങനെ വിട്ടു പോയോ? ദൈവം നൽകിയ എല്ലാ നന്മകളും അനുഭവിച്ച പുനീത് ലോകത്തിലെ സ്നേഹിതന്മാരുടെയും ലോകത്തിൻ്റെയും പിന്നാലെ സഞ്ചരിച്ച് പാപത്തിൻ്റെ വഴികളിലേക്ക് ചെന്ന് ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പുനീത് പ്രതീക്ഷിക്കാത്ത സമയത്ത് സമ്പത്തുകളുടെ അപഹാരവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും തെറ്റപ്പെട്ടവനായി പൂർണ്ണമായി തകർക്കപ്പെട്ടു. നന്മ ലഭിച്ചപ്പോൾ പുനീതിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതരും പുനീതിൻ്റെ അരികിലുണ്ടായിരുന്നില്ല. എല്ലാം നഷ്ടമായ പുനീത് തൻ്റെ ഇല്ലായ്മയുടെ കാലത്ത് താൻ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മറുപടി നൽകിയ ദൈവത്തിങ്കലേക്ക് കണ്ണുകളെ ഉയർത്തി അവൻ കണ്ണുനീരോട് ദൈവസന്നിധി പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുകയും പുനീതിനെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന് അവനെ തൻ്റെ മാറോട് അണയ്ക്കുകയും ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഈ സ്കിറ്റ് ഞങ്ങളെ കാണുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഓരോ യൗവനക്കാരും ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ വിട്ട് അകന്നുപോയ ഏതെങ്കിലും നിമിഷങ്ങളുണ്ടെങ്കിൽ, പാപത്താൽ വശീകരിക്കപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, പുനീതിനെ പോലെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി നൽകും എന്ന ആഹ്വാനത്തോടുകൂടെ എണ്ണവിള സഭ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കിയ ദൈവസ്നേഹം എന്ന ഈ സ്കിറ്റ് ദൈവനാമ മഹത്വത്തിനായി സമർപ്പിക്കുന്നു.